ഹായ്, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. രാവിലെ ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ ഏകദേശം രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ ട്രേഡ് ചെയ്ത് നമ്മൾ പരിപാടി നിർത്തി ഇറങ്ങിയില്ലേ. അത് കഴിഞ്ഞ് പോയി കളിച്ച് കാശ് കളഞ്ഞു പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതുകൊണ്ട് പരിപാടി കൊണ്ട് നിർത്തി. വേറെ കൂടുതൽ പരിപാടിക്കൊന്നും ഞാൻ പോയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്ന് ചെറിയൊരു പ്രൈസ് ആക്ഷൻ അത് പറയാനുണ്ട്. അത് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മാർക്കറ്റ് എന്താ സംഭവിച്ചേ? മാർക്കറ്റ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. എന്തോ പറ്റി? ഒരു മിനിറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടിക്കളിച്ചതിന് ശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇതിനകം നോ ട്രേഡിംഗ് സോണാണ്. ഏതെങ്കിലും സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് അനുസരിച്ചവർക്ക് കൊള്ളാം. ഓക്കെ, അപ്പം മാർക്കറ്റ് വിടുന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു ഇല്ലേ. നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കിവിടെ കൺഫർമേഷൻ ഇല്ല. എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അവിടെ മാർക്കറ്റ് ഒരു 75% നമുക്ക് ക്ലോസിങ് കിട്ടണം. ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് കിട്ടുന്നത് ആ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഒരു 75% നമുക്ക് ഒരു ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ ഇല്ലേ. ഇത് ക്ലോസിങ് കിട്ടിയോ? ക്ലോസിങ് കിട്ടിയില്ല ഇല്ലേ. അപ്പോൾ നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ എന്ത് സംഭവിച്ചു? ഇവിടെ കൃത്യമായിട്ട് താഴെ തന്നെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു ഇല്ലേ. അങ്ങനെ ആയപ്പോൾ നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ക്ലിയർ അല്ലേ? എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് അല്ലേ. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. മാർക്കറ്റ് നേരെ വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി എസ് എൽ അടിച്ചു. ഈ എസ് എൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ എസ് എൽ അടിച്ചു. ഓക്കെ, എസ് എൽ അടിച്ചതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ചെറിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് പോകുന്നുള്ള പ്രതീതി വരുത്തി തീർത്തു ഇല്ല. ഈ ഒരു ക്യാൻഡിലാണ് എല്ലാവരെയും നമ്മളെ നശിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ട്രേഡർ ഇപ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യുന്നവർക്ക് എസ് എൽ അടിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു മർബോസ് ക്യാൻഡിലാണ്, ഇവിടുന്ന് ഇനിയും അങ്ങോട്ടൊരു അപ്സൈഡ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ എന്താ ഇവിടെ സംഭവിച്ചത് ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ വോളിയം കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വോളിയം. ഓക്കെ, ഇത്രയും വലിയൊരു ഗംഭീര ഒരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ടും അതിൻ്റെ വോളിയം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അന്നേരം തന്നെ നമ്മൾ മനസ്സിലായിക്കോണം ഇതൊരു തെറ്റിദ്ധരിപ്പിക്കേണ്ട ക്യാൻഡിലാണ്, ആൾക്കാരെ പെടുത്താൻ വേണ്ടിയുള്ള ഒരു ക്യാൻഡിലാണ് എന്ന് നമ്മൾ ധരിച്ചോണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ് ഇല്ലേ. ആ സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ, ഫിഫ്ത്ത് ക്യാൻഡിൽ ഇല്ലേ. ഈ 5 ക്യാൻഡിലുണ്ട് ഇവിടെ. ഞാൻ വോളിയത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കാം. നമ്മുടെ പ്രൈസ് ആക്ഷൻ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഇതിനകത്ത് നോക്കിക്കേ, ഈ പറയുന്ന ഈ ക്യാൻഡിലിനെയോ ഈ 2 ക്യാൻഡിലിനെ തുല്യമായിട്ടോ അല്ല ഇതിനെ ബീറ്റ് ചെയ്യുന്ന ഉള്ളൊരു വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ക്യാൻഡിലിനെ ഇതിനെ വേണം മദർ ക്യാൻഡിൽ എന്ന് പറയാം. ഈ ക്യാൻഡിൽ വിട്ടേരെ, ഇതിനെ മദർ ക്യാൻഡിൽ എന്ന് പറയാം. നമ്മുടെ പ്രൈസ് ആക്ഷൻ ഞാൻ പറയുന്നുണ്ട്. ഈ ക്യാൻഡിലിനെ ബീറ്റ് ചെയ്യുന്ന ഒരു വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടില്ല ഇല്ലേ. പക്ഷേ ഈ ക്യാൻഡിൽ നോക്കുമ്പോൾ വലിയൊരു ക്യാൻഡിലാണ്. അതിനുശേഷം ഉണ്ടായത് ഇതിനേക്കാൾ ചെറിയതാണ്, പക്ഷേ ക്യാൻഡിൽ വളരെ ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു ഡോജിയാണ് വന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായേ? ഒരു അൺസർട്ടനിറ്റി വേണം. ഇവിടെ നിങ്ങളുടെ എസ് എൽ അടിച്ചോട്ടെ, ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ നിങ്ങളുടെ എസ് എൽ അടിച്ചു എന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത ചിലർ നമ്മൾ എസ് എൽ വെക്കുന്നത് ഇവിടെ ആയിരിക്കും എസ് എൽ വെക്കുന്നത്. ചിലർ കൺഫർമേഷൻ ചെറിയ എസ് എൽ ആയിരിക്കും വെക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ചവർ എസ് എൽ അടിച്ചിട്ടില്ല, ഇവിടെ വെച്ചവരുടെ എസ് എൽ അടിച്ചു കാണും. ഓക്കെ, അടിച്ചെങ്കിൽ അടിച്ചു, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ബിഗിനേഴ്സിനൊക്കെ ഇവിടെ ചിലപ്പോൾ പേടിയായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെറിയ എസ് എൽ അടിച്ചു പോയി, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ഇവിടെ വെക്കത്തില്ല. അതിന് കുറച്ച് മുകളിലോട്ട് മാറ്റി അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് എൽ വെക്കുന്നത്. ഓക്കെ, എന്തായാലും നോ പ്രോബ്ലം. നിങ്ങളുടെ സ്ട്രാറ്റജി അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം ആദ്യം ഒരു ക്യാൻഡിൽ വീണു. ഓക്കെ, അതിൻ്റെ വോളിയം ഇല്ല. അതിൻ്റെ അടുത്തൊരു ക്യാൻഡിൽ വീണു.
അപ്പം അതും അതിനേക്കാൾ ചെറിയ വോളിയമാണ്. അടുത്ത ക്യാൻഡിലുണ്ട് അതിനേക്കാൾ ചെറിയ വോളിയം. അപ്പം ഗ്രാജുവലി വോളിയം കുറഞ്ഞ് വരിക. അതിനുശേഷം ഇതിനെ എല്ലാം ബീറ്റ് ചെയ്യുന്ന ഒരു റെഡ് ക്യാൻഡിലൂടെ ഫോമായി. ഇനി മനസ്സിലായി പറഞ്ഞേ? ഫോമായി. അപ്പം അന്നേരം മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. ഫുൾ സ്ട്രെങ്തിൽ നേരെ താഴോട്ട് വന്നു. വലിയ വിക്കൊന്നും ഇല്ലാതെ തന്നെ താഴോട്ട് വന്ന് നിന്നു. ഓക്കെ. അതിനുശേഷം വീണ്ടും ഒരു 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 ഡോജി ക്യാൻഡിൽ വന്ന് ഇവിടെ നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഇപ്പോഴും നമുക്കിവിടെ എൻട്രി ഇല്ല. ഓക്കെ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നു. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഞാനിപ്പോൾ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ദിം തരികിടതോ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചുകൊണ്ടിരിക്കുക. ഇതേ സെയിം സിനാരിയോ തന്നെ ഇവിടെ വീണ്ടും വന്നു ഇല്ലേ? ഇവിടെ വീണ്ടും വന്നവർക്ക് വീണ്ടും നമുക്ക് ഇവിടെ ക്രോസ് ചെയ്തു. പക്ഷേ ഇവിടെ എൻട്രി ഇല്ല. കാരണം 50% പോലും 50%-നും 75% നമുക്കിവിടെ ക്ലോസിങ് കിട്ടണം. അവിടെ അത് നടന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി ഇല്ല. അടുത്ത ക്യാൻഡിൽ ഫുള്ളായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എൻട്രി കിട്ടി ഇല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതായിരിക്കും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ രണ്ടാമത് എൻട്രി നമ്മൾ ഇവിടെ എടുത്തു. കൃത്യമായി ഇത് കാര്യങ്ങളെ റൂൾസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ SL അടിക്കാത്തവരുടെ കാര്യം വിട്ടേക്ക്. SL അടിക്കാത്തവരുടെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വിട്ടേക്ക്. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ SL അടിച്ചു, നിങ്ങളുടെ SL അടിച്ചു, നോ പ്രോബ്ലം. രണ്ടാമത് വീണ്ടും ഒരു ട്രേഡ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവിടെ നമുക്ക് ഇതേ സെയിം സിനാരിയോ തന്നെ ഇവിടെ എൻട്രി കിട്ടി ഇല്ലേ? നമ്മളിവിടെ എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. വീണ്ടും മുകളിലോട്ട് പോയി. ഇവിടെ റീടെസ്റ്റ് നടത്തി. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെ. ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു ഇല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി? ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ് മനസ്സിലായത്? ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ആദ്യത്തെ പ്രാവശ്യം SL അടിച്ചെന്ന് പറഞ്ഞ് കളഞ്ഞിട്ടിട്ട് പോവുമോ, അല്ലെങ്കിൽ അങ്ങനെയല്ല. അയ്യോ എൻ്റെ SL അടിച്ചല്ലോ, അങ്ങനെയല്ല. നമ്മൾ SL അടിച്ചു. SL അടിക്കാൻ വേണ്ടിയില്ല നമ്മൾ SL ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? SL അടിക്കാൻ വേണ്ടി നമ്മൾ SL ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിംഗ് മേലോട്ട് പോകണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് വരത്തില്ലേ? അപ്പോൾ നിങ്ങളുടെ ലോസ് ഇവിടെ ലിമിറ്റായി. നമ്മൾ അത്രമാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ലോസ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ലിമിറ്റ് ചെയ്തു. അത് ശരി. അതിനുശേഷം വീണ്ടും നമുക്ക് വളരെ ചെറിയ നിങ്ങൾക്ക് എന്തായി കൂടി ഒരു 10 പോയിൻറ്റ് അല്ലെ 15 പോയിൻറ്റ് മാത്രമേ നിങ്ങൾ SL കാണത്തുള്ളൂ. ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 30 പോയിൻറ്റ് SL വരും നിങ്ങൾക്ക്. മനസ്സിലായി? അപ്പോൾ നമ്മൾ സേഫ് സോണായി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റീ എൻട്രി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എത്രയായി? ഒരു 10-40 പോയിൻറ്റ് ഇവിടെ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ. മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചു. പിന്നെ അങ്ങോട്ടും പോയില്ല. ഇങ്ങോട്ടും ആടി കളിച്ച് എങ്ങോട്ടും പോകാതെ കടന്ന് കളിച്ചു. ഓക്കെ. ഇവിടുന്ന് ശേഷം ഇവിടം വരെ വന്നു. അതിനുശേഷം നേരെ മേലോട്ട് പോയി പിന്നെ താഴോട്ട് വന്നു. അത് പോട്ടെ, നമുക്കാവുന്ന വിഷയമല്ല. അപ്പോൾ നമുക്കിനി അടുത്ത ട്രേഡാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത ട്രേഡ് നമുക്ക് നോക്കാം. അടുത്ത ട്രേഡ് എന്താണ്? എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. നാളെ ഇതാണ് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. ഈവനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. കുറച്ച് മേലോട്ട് കയറ്റും. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇവനെ നമുക്ക് വേണേൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇവനെ നമുക്ക് ഈ ഹൈ വെക്കാം. ഇതാണ് കറക്റ്റ് ചെയ്യാനുള്ള സംഭവം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ. അതിനുശേഷം ഒന്നുകിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ സെയിം സിനാരിയോ തന്നെ. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ലൈനിൻ്റെ കളർ അങ്ങ് മാറ്റിയേക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ. ലൈനിൻ്റെ കളറ് മാറ്റിയേക്കാം. ലൈനിൻ്റെ കളറ് ബ്ലൂ അല്ലേ? ബ്ലൂ. ഇവനെ നമുക്ക് ഗ്രീൻ ആക്കാം. ഓക്കെ. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതിന് മുകളിലോട്ട്. ഓക്കെ. മുകളിലോട്ട് രണ്ടാമത്തെ. കുറേ പേര് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ 60 പേര് എന്ത് ചെയ്തു? ഇന്ന് പ്രോഫിറ്റിലിറങ്ങി 60 പേര്. 20-something ആൾക്കാർക്ക് ന്യായം പാലിച്ച് ലോസ് കിട്ടി. ഞാനത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം നമ്മുടെ ഗ്രൂപ്പിനകത്തിൽ. ഓക്കെ. അപ്പോൾ ആ 3 ടാർജറ്റ് അങ്ങോട്ടായി. 4ാമത്തെ ടാർജറ്റ് വേണമെങ്കിൽ വിട്ടേക്കാം. ഓക്കെ. കിടക്കട്ടെ. 25,000 വലിയൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കുമേ. താഴോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോ ട്രേഡിംഗ് സോൺ. ഇതിങ്ങോട്ട് താഴോട്ട്. രണ്ടാമത്തേത് ഇതിങ്ങോട്ട്. മൂന്നാമത്തേത് ഈ ട്രെൻഡ് ലൈൻ. നമ്മുടെ പഴയ ട്രെൻഡ് ലൈൻ. ഓക്കെ. ഇത് 3 എണ്ണമാണ്
താഴോട്ടുള്ള ലെവലുകൾ. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് HD ക്വാളിറ്റിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 360 720 PS നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് 360p അല്ലെങ്കിൽ 720p ഇട്ടിട്ട് നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പം അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ കയറിയാൽ ലൈവിൽ നിങ്ങൾക്ക് അവിടെ ലെവലുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് അടിക്കേണ്ടവർ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം നാളെ വീണ്ടും എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.